ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ സീരീസായ മൊറീഷ്യൻ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൊറീഷ്യൻ കാഴ്ചകൾ നമ്മളുടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം കാണുന്നത് തന്നെ റോഡിന്റെ ഇരുവശത്തുമുള്ള നിറയെ കരിമ്പിൻ തോട്ടങ്ങളാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തമിഴ്നാട്ടിലൊക്കെ പോയൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഏതായാലും ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങളെ ഉടനെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ വിത്ത് മീ ഗൈസ് ഇൻ ദിസ് എക്സൈറ്റിംഗ് ജേർണി. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാറ്റമറാൻ ക്രൂസിന് പോകാൻ വേണ്ടിയിട്ടാണ്. കാറ്റമറാൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തടിച്ചങ്ങാടം ഒക്കെ പോലെയുള്ള അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു മോഡേണൈസ്ഡ് വേർഷനാണ്. ഞാൻ കയറുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇന്ന് മുഴുവൻ നമ്മൾ കടൽ യാത്രയാണ്. ആദ്യം ഇവിടെ നിന്ന് നമ്മളൊരു സ്പീഡ് ബോട്ടിലാണ് പോകാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് ബോട്ടിനകത്തോട്ട് കയറാൻ പോകുകയാണ് കേട്ടോ. സ്പീഡ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. കുറച്ച് പേടിയില്ലാതില്ല കേട്ടോ. നല്ല ഓളം ഉണ്ടല്ലോ എൻ്റെ ദൈവമേ. അയ്യോ, കടലിൽ നിന്ന് നല്ല റഫാണെന്നാണ് അവർ പറയുന്നത്. ഏതായാലും നമ്മൾ കാറ്റമറാനകത്തോട്ട് കയറാൻ പോവുകയാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അതെ, നമ്മൾ സ്പീഡ് ബോട്ടിൽ വന്നിട്ട് കാറ്റമറാനിലോട്ട് കയറുകയാണ് കേട്ടോ ഗൈസ്. കയറാൻ പോവാണ് കാറ്റമറാനിലോട്ട്. കടലിനകത്തൂടെ നമ്മൾ ഈ കാറ്റമറാനിൽ പോയിട്ട് പിന്നെ ഇടയിൽ വെച്ച് അവർ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറ്റും. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ അവരൊരു വാട്ടർഫോൾ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. ഐ എം ഓൾസോ സോ എക്സൈറ്റഡ്. കടലിൽ കൂടെ പോയിട്ടൊരു വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഇതിനകത്ത് തന്നെയാണ് അവർ ലഞ്ചും റിഫ്രഷ്മെൻറ്റ്സും എല്ലാം സെർവ് ചെയ്യുന്നത്. എല്ലാം നമ്മൾക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂസീവാണ്. ഞാനിത് ആക്ച്വലി പറഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ഇതിനകത്ത് മറ്റ് യാത്രക്കാരും ഉണ്ട്. ഇതൊരു ഭംഗിയാന്ന് നോക്കുക. എനിക്ക് ആ മലകളും കടലും അതേപോലെ ഈ ഐലൻഡും എല്ലാം കൂടെ ഉള്ളൊരു എന്താ പറയുക, ശരിക്കും പടത്തിൽ കാണുന്നതൊക്കെ പോലത്തെ ഒരു ഭംഗിയാണ്. എനിക്ക് ഈ മലയനോട് ചേർന്ന് കിടക്കുന്ന കടൽ കാണുമ്പോഴേ പണ്ട് നോർവേ പോയ ഓർമ്മയാണ് വരുന്നത്. പണ്ട് 2018 ഞാനൊരു നോർവേ ക്രൂസ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ മലയും കടലും ഒക്കെ ആയിട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കേട്ടോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു കളർ ചേഞ്ചിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് ഇവിടെ. ഇതുപോലെ നമ്മളും ഇപ്പോൾ പോകും സ്പീഡ് ബോട്ടിൽ കയറി. എൻ്റെ ദൈവമേ, ചെറിയൊരു പേടിയില്ലാതില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഈ കാറ്റമറാൻ ക്രൂസിലാണ് ഗൈസ്. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഗൈസ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ മുകളിലിരുന്ന് വീഡിയോ എടുക്കാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഒരു ബാലൻസ് കിട്ടുന്നില്ല. ഈ ഇരിപ്പൊരു ബാലൻസ് കിട്ടുന്നില്ല എനിക്ക്. ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുകയായി ഇങ്ങനെ. കണ്ടോ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് പേടിയായിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീണ് പോകില്ല, പക്ഷെ ഫോണോ സാധനങ്ങളോ ഒക്കെ വീണ് പോകും. കാരണം ഇതിങ്ങനെ ഒരു ആംഗിള്, അതിൻ്റെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ്. ഭയങ്കര ഭംഗിയുണ്ട് ഗൈസ്. പെട്ടെന്ന് ഈ കാറ്റ് വീശിയപ്പോ ഈ കടലിന്റെ തിര അങ്ങ് നമ്മളുടെ ഇതിനുള്ളിലോട്ട് അടിച്ചു കയറി. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാരും പ്രതീക്ഷിക്കാതെ കുറച്ച് പേടിച്ചു പോയി. അപ്പോഴാ ഇവര് അതിന്റെ മറ്റേ ഈ പായ പോലത്തെ സംഭവം അങ്ങ് തുറന്നു വെച്ചു കാറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മുടെ യോട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇത്രയും നേരം അവരത് ചുരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഉള്ളിലോട്ട് പോകുന്നതോറും കാറ്റ് കൂടുക, തിരമാലകൾ വളരെ റഫ് ആവുകയാണ് ഗൈസ്. അമ്മേ, ഇത്തിരി പേടിയില്ലാതില്ല. ഇതിനകത്ത് സീസിക് ആവുന്നവർക്ക് ചിലപ്പോ നമുക്കിങ്ങനെ കടലിൽ വന്നു കഴിഞ്ഞാലേ ചിലർക്ക് ഛർദിക്കാനൊക്കെ വരും കേട്ടോ. എനിക്ക് ശരിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതാണ്. ഓഫ്, ആ നിറം ഒന്ന് നോക്കൂ.
നീല പച്ച കളറാണ്, ടർക്കോയിസ് ബ്ലൂ കളറാണ്. ഉള്ളിലോട്ട് വന്നപ്പോ അവിടെ കണ്ട വെള്ളി വീഴുന്ന പോലെ ആ വെയില് വീണ് കിടക്കുന്നവിടത്തെ എല്ലാം ആ കളർ അങ്ങ് മാറി കടലിന്റെ. ഗൈസ് എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. നമ്മളിപ്പോ കാറ്റമറാനിന്ന് നേരെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് വന്നത്. അവിടെ സ്പീഡ് ബോട്ടിൽ കയറി നമ്മളെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് അവര് കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണത്. ഞാൻ കാറ്റമറാനിലോട്ട് കയറാൻ പോവുകയാണ് ഇനി. ഇത് കേറലും ഇറങ്ങലും ഒക്കെ ഒരു പണിയാണ്. പിന്നെ ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നോണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. പിന്നെ ലഞ്ച് സെർവ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നേരെ നമ്മളെ അത് കഴിഞ്ഞാൽ ഒരു ഐലൻഡിലോട്ട്. Stay tuned with me guys. കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുമായി എന്നോടൊപ്പം നിങ്ങളും തീർച്ചയായിട്ടും വേണം. For Mauritian Diaries.